യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ, ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ്. ഏറെ പ്രാർത്ഥനയോടെ ദൈവാനുഗ്രഹം നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ദിവസം ആരംഭിക്കുകയാണ്. ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രാർത്ഥനയിൽ ഒരു വലിയ കുടുംബമാണിത്. ദൈവാനുഗ്രഹത്തിൽ നിൽക്കുന്നൊരു കൂട്ടായ്മയുമാണ്. ഞാനും നിങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത് തന്നെ എത്രയോ വലിയ അനുഗ്രഹങ്ങൾക്കാണ് തുടക്കമിട്ടത്. എത്രയോ പേരുടെ ജീവിതങ്ങളിലാണ് വചനത്തിൻ്റെ അത്ഭുതങ്ങൾ കാണാൻ തുടങ്ങിയത്. എത്രയോ പേരുടെ ജീവിതങ്ങളെയാണ് ദൈവവചനം മാറ്റിയത്. ആദ്യം മുതൽക്കേ മാറാതുള്ളത് ദൈവത്തിൻ്റെ വചനം. ആകാശം മാറിയാലും ഭൂമി മാറിയാലും ദൈവത്തിൻ്റെ വചനത്തിനൊരു പുള്ളിക്കോ ഒരു വള്ളിക്കോ പോലും മാറ്റം ഉണ്ടാവില്ല. പക്ഷേ ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത ദൈവവചനം അത് ഏറ്റെടുക്കുന്നവരുടെ ജീവിതങ്ങളെ മാറ്റുന്നുണ്ട്. അവരുടെ ജീവിതത്തെ മാറ്റുന്നതാണ് ദൈവത്തിൻ്റെ വചനം. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഇങ്ങനെ ഒരു കാര്യം കേട്ടുകൊണ്ട് തുടങ്ങിക്കേ. നമ്മുടെ കണ്ണുകൾ കുഴപ്പങ്ങളെ ആദ്യം കണ്ടുപിടിക്കുള്ളൂ. നമ്മുടെ കണ്ണുകൾ വേറൊരാളുടെ കുറവൊക്കെ ആദ്യം കണ്ടുപിടിക്കുള്ളൂ. നമ്മൾ അതൊക്കെയാണ് വേഗം കണ്ടുപിടിക്കാൻ. കുറവുള്ള കണ്ണുകളാണ് നമ്മളുടേത്. ഞാൻ നിങ്ങളെ നോക്കുമ്പോൾ നിങ്ങളുടെ കുറേ കുറവുകളായിരിക്കും ആദ്യം കാണുന്നത്. നിങ്ങൾ എന്നെ നോക്കുമ്പോഴും പല കുറവുകളായിരിക്കും ആദ്യം കാണുന്നത്. എന്നാൽ നമ്മൾ ദൈവത്തിൻ്റെ കണ്ണുകൾ കൊണ്ടൊരാളെ നോക്കാൻ തുടങ്ങുമ്പോൾ അത് മതി നമ്മുടെ ജീവിതം മാറാൻ. നമ്മളിലൂടെ വേറൊരാളുടെ ജീവിതവും അനുഗ്രഹിക്കപ്പെടാൻ, ഒരു സൗഖ്യം നടക്കാൻ, ഒരു സന്തോഷം ഉണ്ടാകാൻ, ഒരു കൂട്ടായ്മ വർദ്ധിക്കാൻ, ക്ഷമയുണ്ടാകാൻ. നമ്മുടെ കണ്ണുകൾ കൊണ്ട് കണ്ടുകൊണ്ടിരുന്നാൽ ക്ഷമിക്കാൻ പറ്റത്തില്ല. നമ്മുടെ കണ്ണുകൾ കൊണ്ട് കുറവുള്ള കണ്ണുകൾ കൊണ്ട് കുറവ് കണ്ടുപിടിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് ഒരിക്കലും സന്തോഷിക്കാൻ പറ്റില്ല. വഴക്ക് മാറത്തില്ല, പിണക്കം മാറത്തില്ല. നമ്മുടെ കണ്ണുകൾ കുഴപ്പങ്ങൾ വേഗം കണ്ടുപിടിക്കുന്ന കുറവുള്ള കണ്ണുകളാണ്. എന്നാൽ ദൈവത്തിൻ്റെ കണ്ണുകളോ, ദൈവത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് നമ്മൾ കാണാൻ പരിശ്രമിക്കുന്നതാണ്. ഈ നോമ്പ് കാലത്ത് നമുക്ക് ദൈവത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ടവരെ കാണാൻ, നമ്മുടെ അയൽവാസിയെ കാണാൻ, നമ്മുടെ ജീവിതത്തെ കാണാൻ, നമ്മുടെ ജീവിതത്തിലുള്ള ഓരോ വിഷയങ്ങളെ കാണാൻ കഴിവും ഭാഗ്യവും ദൈവകൃപയും ഉണ്ടാകട്ടെ. പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവവചനം നമുക്ക് ശ്രദ്ധിക്കാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 39 മുതലുള്ള വാക്യമാണ്. ഗെത്സമനിൽ പ്രാർത്ഥിക്കുന്നു. ഗെത്സമനിൽ പ്രാർത്ഥിക്കുന്നു. വാക്യം വായിക്കുകയാണ്. അവൻ പുറത്തു വന്ന് പതിവ് പോലെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 39 മുതലുള്ള വാക്യമാണ്. ഒലിവ് മലയിലേക്ക് പതിവ് പോലെ പോയി. ശിഷ്യന്മാരും അവനെ പിന്തുടർന്നു. അവിടെ എത്തിയപ്പോൾ അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കുവിൻ. അവൻ അവരിൽ നിന്ന് ഒരു കല്ലേറ് ദൂരം മാറി മുട്ടിന്മേൽ വീണ് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിക്കാൻ എന്തു ചെയ്തു? ഒലിവ് മലയിലേക്ക് കയറിപ്പോയി. നമ്മൾ ചോദിക്കില്ലേ, നിങ്ങൾ എന്തിനാ പ്രാർത്ഥിക്കാൻ അങ്ങോട്ട് പോകുന്നേ? നിങ്ങൾ ഇവിടെ തന്നെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ പോരെ? ഇവിടെ സ്ഥലമുണ്ടല്ലോ. യേശു പ്രാർത്ഥിക്കാൻ ഒലിവ് മലയിലേക്ക് കയറിപ്പോയി. പ്രാർത്ഥിക്കാൻ നിയോഗമുള്ള സ്ഥലത്ത് കയറിപ്പോകണം. മനുഷ്യർ പറയും, ഇവിടെയില്ലേ അവിടെയില്ലേ, നിങ്ങളെന്തിനാ അങ്ങോട്ട് പോകുന്നത്? എപ്പോഴും യാത്രയാണ്, എപ്പോഴും പോക്കാണ്. നമുക്ക് ചിലപ്പോൾ നമ്മൾ അനുഗ്രഹിക്കപ്പെടാനുള്ള ചില സ്ഥലങ്ങളുണ്ട്, ചില വ്യക്തികളുമുണ്ട്. അവരിലൂടെയാണ് ആ സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്നത്. നമ്മൾ ചില സ്ഥലങ്ങളിൽ പോയി പ്രാർത്ഥിക്കണം. ദൈവം നമ്മളെ അനുഗ്രഹിക്കാൻ നിയോഗിച്ച ചില സ്ഥലമുണ്ട്, നിയോഗിച്ച വ്യക്തികളുമുണ്ട്. ഇവിടെ നോക്കിക്കേ, യേശുവിന് വേണേ ആയിരിക്കുന്ന സ്ഥലത്ത് അപ്പുറത്തോ ഇപ്പുറത്തേക്കോ കുറച്ചു നേരം മാറി, ആരും എന്നെ ശല്യപ്പെടുത്തല്ല കേട്ടോ, ഡിസ്റ്റർബ് ചെയ്യല്ല, ഞാൻ ഇച്ചിരി ടെൻഷനിലാണ്, ഞാൻ കുറച്ച് പ്രാർത്ഥിക്കാൻ പോവുക, എന്നെ ആരും വിളിക്കല്ല കേട്ടോ, ഇപ്പോൾ എന്നെ ആരെങ്കിലും കാണാൻ വന്നാൽ വെയിറ്റ് ചെയ്യാൻ പറയാം കേട്ടോ, ഇങ്ങനെ പറയുമല്ല. അവൻ ഒലിവ് മലയിലേക്ക് കയറിപ്പോയി. അവിടെ പോയി സുഖമായിരുന്നു ഉറങ്ങിയെന്നല്ല, മുട്ടിന്മേൽ വീണ് പ്രാർത്ഥിച്ചു. യേശു പോലും പ്രാർത്ഥിച്ചു. ദൈവപുത്രനായിരുന്നിട്ട് പോലും പ്രാർത്ഥിച്ചു.
അപ്പം ഞാനും നിങ്ങളും എന്തേരം പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ച സമയമോ സങ്കടമുള്ള സമയമാണ്. വിയർപ്പ് തുള്ളികൾ രക്തമായി മാറിയ നിലത്തു വീണ സ്ഥലമാണ്. കൂടെ നിന്നവർ ഒറ്റിക്കൊടുക്കാനും തള്ളിപ്പറയാനൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയമാണ്. ഇതെല്ലാം മനസ്സിലാക്കി മനസ്സ് തകർന്ന് പ്രാർത്ഥിക്കുന്നൊരു സമയമാണ്. ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കുന്ന സമയമാണ്. ആരെങ്കിലും വിഷമത്തിലിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടോ? ദൈവം അത് കാണുന്നുണ്ട്. 43-ാമത്തെ വാക്യമോ, അപ്പോൾ എപ്പോൾ മുട്ടിന്മേൽ വീണ് ആ ഒലിവ് മലയിൽ കയറിയിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവനെ ശക്തിപ്പെടുത്താൻ, എന്തിനാ? ശക്തിപ്പെടുത്താൻ ദൈവത്തിൻ്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ടു. എന്തിനാ? ആർക്കാ പ്രത്യക്ഷപ്പെട്ടത്? പ്രാർത്ഥിക്കുന്ന യേശുവിന്. ഇതുപോലെ തന്നെ നിങ്ങൾ എവിടെ ഇരുന്നാകട്ടെ പ്രാർത്ഥിക്കുന്നത്. ഒരുപക്ഷെ ഈ ആലയത്തിലേക്ക്, ഒലിവ് മലയിലേക്ക് യേശു കയറിയതുപോലെ സങ്കടങ്ങൾ കൊണ്ട് വാടിയ മനസ്സുമായി കയറി വന്നവരുണ്ട്. ഇതും ഒരു ഒലിവ് മലയാണ്. പ്രാർത്ഥനയോടെ കയറി വന്ന ഈ സ്ഥലവും ഒത്തിരി പേരുടെ ജീവിതം നഷ്ടപ്പെട്ട ഇവിടെ കയറി വന്നേ. ജീവിതത്തിനൊരു കളറൊക്കെ വന്നത്, വർണ്ണം ലഭിച്ചത് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോഴാണ്. പ്രതീക്ഷയുണ്ടായത് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോഴാണ്. പ്രതീക്ഷ നഷ്ടപ്പെട്ട് കയറി വന്ന പലരും ചിരിച്ച മുഖത്തോടെ ഇറങ്ങിപ്പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. സമാധാനത്തോടെ കൈയൊക്കെ പിടിച്ച് കുലുക്കി ഇനിയും വരും കേട്ടോ എന്ന് പറഞ്ഞിറങ്ങിപ്പോകുന്നുണ്ട്. ഞങ്ങളിവിടുന്ന് അവർക്ക് എന്തെങ്കിലും കാശ് കൊടുത്തിട്ടൊന്നുമല്ല. ഈ ദൈവവചനം കൊടുത്തപ്പോൾ അനേകരുടെ മനസ്സിലെ സങ്കടങ്ങൾ മഞ്ഞുപോലെ ഉരുകിപ്പോകുന്നത് കണ്ടു. രോഗം മാറുന്നത് കണ്ടു. പ്രതിസന്ധികൾ മാറുന്നത് കണ്ടു. വലിയ പരിഭവങ്ങളും സങ്കടങ്ങളൊക്കെ മാറിപ്പോകുന്നത് കണ്ടിട്ടുണ്ട്. അവനെ ശക്തിപ്പെടുത്താൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. ശക്തിപ്പെടുത്താൻ, പ്രാർത്ഥിക്കുന്നവനെ ശക്തിപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്. ദൈവവചനം കേൾക്കുന്ന നിങ്ങളെ, നിങ്ങളുടെ കുടുംബത്തെ, ഭാവിയെ തളർത്തുന്നല്ല കേട്ടോ, ശക്തിപ്പെടുത്തുന്ന. ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ ശക്തിപ്പെടുകയാണ്. ഇപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ശക്തിപ്പെടുകയാണ്. ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നവർ കേട്ടെ, പ്രാർത്ഥിച്ചവർ കേട്ടെ, നിയോഗം സമർപ്പിക്കുന്നവർ കേട്ടെ, നിങ്ങളെ ദൈവം ശക്തിപ്പെടുത്തുകയാണ്. ശക്തിപ്പെടുത്താൻ ദൈവത്തിൻ്റെ ദൂതൻ എവിടെയാണ് വന്നേ? റൂട്ട് മാറി എവിടെയെങ്കിലുമല്ല, കൃത്യസ്ഥലത്ത്. അപ്പോൾ പ്രാർത്ഥിക്കുന്നവനെയും പ്രാർത്ഥിക്കുന്ന സ്ഥലവും സ്വർഗത്തിനെ ദൈവത്തിനറിയാം. നിങ്ങളിവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത്, നിങ്ങളുടെ ഭവനങ്ങളിലിരുന്ന് വചനം കേട്ടോണ്ടിരിക്കുന്നത് ദൈവം കണ്ടോണ്ടായിരിക്കുന്നേ. നിങ്ങളെ ശക്തിപ്പെടുത്താൻ ഇന്നും ദൈവത്തിൻ്റെ ദൂതന്മാരെ ദൈവം അയക്കാറുണ്ട്. ഈ സങ്കടത്തിലുള്ള പ്രാർത്ഥനയാണ്, ഈ ഒരു മുട്ടുകുത്തിയുള്ള പ്രാർത്ഥനയാണ്. 24-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്, അവൻ ഉയർത്തെഴുന്നേറ്റു. ഈ പ്രാർത്ഥന എന്തിലേക്കാണ് സത്യത്തിൽ നയിച്ചത്? ഒരു ഉയർത്തെഴുന്നേൽക്കലിലേക്കാണ് നയിച്ചത്. മരണത്തെ പോലും തോൽപ്പിച്ച് ഒരു ഉയർത്തെഴുന്നേൽക്കലിലേക്കാണ് നയിച്ചത്. പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയാം, സന്തോഷത്തിൻ്റെ പട്ടുമെത്തയിൽ ഇരുന്നൊന്നും ആയിരിക്കില്ല നിങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നത്. ആകുലതയും ഉത്കണ്ഠയും കൂടുതലാണോ? നിങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചേ. അത് തകർച്ചയിലേക്കല്ല, നിങ്ങളെ ശക്തിപ്പെടുത്താൻ ഒരു ദൂതൻ പ്രത്യക്ഷപ്പെടുമെന്ന് മാത്രമല്ല, ഈ സങ്കട സമയത്ത് പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് തോന്നിയില്ലേ? ഈ പ്രതിസന്ധിയുടെ സമയത്ത് ഈ വചനം ഒന്ന് കേൾക്കണമെന്ന് തോന്നിയില്ലേ? അതൊരു ഉയർത്തെഴുന്നേൽക്കലിലേക്കാണ് നയിക്കുന്നത്. അതിനപ്പുറത്തൊരു ഉയർപ്പുണ്ട് കേട്ടോ. അതിനപ്പുറത്തൊരു ഉയർത്തെഴുന്നേൽക്കലുണ്ട്. അതിനപ്പുറത്ത് ഉയർപ്പിൻ്റെ ശക്തി വെളിപ്പെടുന്ന ഒരു സമയമുണ്ട്. ഈ പ്രശ്നങ്ങൾ മാറും. ഈ പ്രശ്നം നിന്നെ തോൽപ്പിക്കില്ല. ഈ പ്രതിസന്ധി നിന്നെ തകർക്കത്തില്ല. അല്പം പരീക്ഷണം പോലൊക്കെ തോന്നുമായിരിക്കും. ഇടം വലം തിരിയാൻ പറ്റാതെ ആകെ എട്ടുകാലി വല വീണ പ്രാണി പോലെ കിടന്ന് ആകെ അസ്വസ്ഥനാകാം, സങ്കടത്തിലാകാം. പക്ഷെ ഒരു ഉയർത്തെഴുന്നേൽക്കലുണ്ട് കേട്ടോ. നിങ്ങൾ നിങ്ങളുടെ കരം ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ട് ആത്മാവിൽ വിശ്വാസത്തിൽ ആദ്യം നിങ്ങളോട് പറഞ്ഞ്, ഈ പ്രയാസത്തിൽ ഞാൻ ഉയർത്തെഴുന്നേൽക്കും, ഈ കടബാധ്യതയിൽ ഞാൻ ഉയർത്തെഴുന്നേൽക്കും, ഈ പിള്ളേരെക്കുറിച്ചുള്ള പ്രതിസന്ധികളിൽ നിന്ന് അതൊക്കെ മാറി ഞാൻ ഉയർത്തെഴുന്നേൽക്കും, എൻ്റെ പിള്ളേർ രക്ഷപ്പെടും. ഉയർപ്പിൻ്റെ ശക്തി അവിടെ വെളിപ്പെടും. സങ്കട സമയത്ത്, പ്രതിസന്ധി സമയത്ത് ശിഷ്യന്മാർ പോലും അപ്പുറത്തിരുന്ന്, കൂടെ ഇരുന്ന് സപ്പോർട്ട് ചെയ്യേണ്ടവർ പോലും അപ്പുറത്തിരുന്ന് ഉറങ്ങുമ്പം, കൂടെ നിൽക്കേണ്ടവർ പോലും കൂടെ നിൽക്കാതിരുന്ന സമയമാണ്. പക്ഷെ പ്രാർത്ഥനയ്ക്ക് ഒട്ടും ഒരു കോംപ്രമൈസും ചെയ്തില്ല. ശക്തമായി മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിച്ചു. സ്വർഗം അത് കേട്ടു. ദൈവത്തിൻ്റെ ദൂതൻ അവിടെ ഇറങ്ങി
പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ കുടുംബത്തിലും ഇതുപോലെ ദൈവത്തിൻ്റെ ദൂതൻ ഇന്നും അയക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളെ ശക്തിപ്പെടും, നിങ്ങളുടെ പിള്ളേരൊക്കെ ശക്തിപ്പെട്ടു വരും, നിങ്ങളുടെ ബിസിനസ് ശക്തിപ്പെട്ടു വരും, നിങ്ങളുടെ കുടുംബജീവിതം ശക്തിപ്പെട്ടു വരും, നിങ്ങളുടെ ആത്മീയ ജീവിതം ശക്തിപ്പെട്ടു വരും, നിങ്ങളുടെ ആത്മീയ ശുശ്രൂഷ മേഖലകൾ ശക്തിപ്പെട്ടു വരും. കാരണം ശക്തിപ്പെടാനുള്ള ദൂതനെ ദൈവം അയച്ചുകൊണ്ടിരിക്കുന്നത്. തകർക്കാനുള്ളതും മനുഷ്യനും കൂടെയുള്ളവരും ശത്രുക്കളും അസൂയക്കാരും പലരും നമ്മളെ തകർക്കാനുള്ളത് പലതും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, തളർത്താനുള്ളത് പലതും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്നത് നീ തളരാതിരിക്കാൻ, തകരാതിരിക്കാൻ നിന്നെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ, ആമേൻ. പ്രാർത്ഥിക്കാം. ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ്. കൽക്കുരിശിൽ എണ്ണ ഒഴിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. താഴത്തെ നിയോഗ ചാപ്പലിൽ മുട്ടിലെറിഞ്ഞ് പ്രാർത്ഥിക്കുന്ന ആയിരങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. കൽക്കുരിശിൽ എഴുതി പ്രാർത്ഥിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. നിയോഗത്തിരി കത്തിച്ചു വെച്ച് പ്രാർത്ഥിക്കുന്നവർ. ഇതെല്ലാം ചില അത്ഭുതങ്ങളുടെ വാതിലായി മാറട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. രോഗങ്ങൾ, അപകടങ്ങൾ, ദുർമരണങ്ങൾ മാറിപ്പോകട്ടെ. ദീർഘായുസ്സും ആരോഗ്യവും സന്തോഷവും സമാധാനവും ദൈവം തരട്ടെ. ഐശ്വര്യമുണ്ടാകട്ടെ. ഈ വചനത്തിലൂടെ നിങ്ങൾ ശക്തിപ്പെടട്ടെ. പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ലോക സമാധാനത്തിനായി പ്രാർത്ഥിക്കുന്നു. രോഗസൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതം അനുഗ്രഹമാകാൻ പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളുടെ ഭാവി ബ്ലെസ്സഡ് ആകാൻ പ്രാർത്ഥിക്കുന്നു. മാനസാന്തരം സംഭവിക്കാൻ പ്രാർത്ഥിക്കുന്നു. ആത്മീയമായി വളരുവാൻ പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക ഭദ്രതയുണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു. ആ ഭവനമണി പൂർത്തിയാകാൻ പ്രാർത്ഥിക്കുന്നു. ആ പുതിയ വാഹനം മേടിക്കാൻ പ്രാർത്ഥിക്കുന്നു. ആ ജോലിയിലൊരു പ്രമോഷൻ ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു. ആ കുഞ്ഞുങ്ങളിലെ ആ കുഞ്ഞു രോഗകാര്യങ്ങളൊക്കെ മാറാൻ പ്രാർത്ഥിക്കുന്നു. ആ ഓട്ടിസം ബാധിച്ച സാഹചര്യങ്ങളൊക്കെ മാറി തെളിഞ്ഞ ബുദ്ധി വരാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു ദോഷവും വരില്ല, ഒരു തിന്മയും വരില്ല, ഒരനർത്ഥവും വരില്ല. ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളെ സ്നേഹത്തോടെ അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. വൈകുന്നേരം 7 മണിക്ക് പിള്ളേർക്ക് പരീക്ഷയ്ക്കായിട്ടുള്ള സോദനച്ചൻ്റെ വചനം പ്രാർത്ഥനകളുണ്ട്. 7 മണിക്ക് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കണം. സാധ്യമായവർക്കെല്ലാം ഈ വചനം അയച്ചു കൊടുക്കുക. നാളെയും 5:30 ഒരുമിച്ച് വചനം കേൾക്കുക, പ്രാർത്ഥിക്കുക. ഇന്നത്തെ ശുശ്രൂഷകളിൽ അനുഗ്രഹമാകാൻ നിങ്ങളും പ്രാർത്ഥിക്കുക, ഞങ്ങളും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാധ്യമായ എല്ലാവർക്കും അയച്ചു കൊടുക്കണം. നാളെ 5:30 മറക്കരുത്. 5:30 തന്നെ ഒരുമിച്ച് കാണുന്നതുവരെ സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ. ആമേൻ.